പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവയുടെ ആക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് നാം ആരായി തീരണമെന്ന് നമുക്ക് ഗൈഡ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഐഡിയ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ നമ്മൾ ചുവടുകൾ വയ്ക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മ നമ്മുടെ കൂടെ. എന്നാൽ നമ്മൾ ഈ ദൈവവചനമാണ് നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് നടത്തുന്നത്. നമുക്കറിയാം, ന്യായപ്രമാണം നമ്മെ ശിശുപാലകനായി ഭവിച്ചു. എന്തിനാ? ക്രിസ്തുവിലേക്ക് നടത്തേണ്ടതിന് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം നമ്മളെ നടത്തി ശിശുപാലകനായിട്ട് നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കലെത്തിച്ചു. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൈവവചനം നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് നടത്തുക. നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെയാണോ ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മളങ്ങ് ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ പലരും ചെയ്യുന്നത്. എന്തിനാ ചെയ്യുന്നതെന്ന് അറിയില്ല, അർത്ഥം ചോദിച്ചാൽ അറിയില്ല, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യും. അല്ല, നമുക്ക് ഇത് ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ, ആരാധനകളാകട്ടെ, ബൈബിൾ വായനയാകട്ടെ, ഉപവാസമാകട്ടെ, എന്തും നമ്മുടെ ഗിവിങ് ആകട്ടെ, സകലത്തിനെയും നമ്മൾ എന്തുകൊണ്ടാണ്, എന്തർത്ഥത്തോടെയാണ്, എന്താണ് വചനം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത കിടപ്പുണ്ട്, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്, അതുകൊണ്ട് അങ്ങ് ചെയ്യാം. അല്ലാതെ അത് ഇന്നതാണ്, അത് ദൈവവചനം ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, ആ ഒരു ബോധ്യമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങ് ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ആദാം, അല്ലെ? ദൈവം പറഞ്ഞു ഈ പഴം തിന്നുന്ന നാളിൽ മരിക്കും. അപ്പം ജീവൻ നഷ്ടപ്പെട്ടു പോയി ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആദാമിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജീവൻ പ്രാപിക്കുക എന്നത്. ഇപ്പൊ ജീവൻ പ്രാപിക്കാനായിട്ട് ആദാം ആഗ്രഹിച്ചെങ്കിലും ജീവൻ പ്രാപിക്കത്തക്കവണ്ണം ഒരു മാർഗം അവന്റെ മുമ്പിലുണ്ടായി. എന്നാൽ നമുക്കറിയാം, ദൈവം ന്യായപ്രമാണത്തെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇത് ചെയ്യുന്നവൻ ഇതിലാ ജീവിക്കും. അവിടെ ന്യായപ്രമാണം അവരുടെ കയ്യിൽ ലഭിച്ചപ്പം മോശയുടെ കാലത്ത് മോശയിലൂടെ ദൈവജനത്തിന് ന്യായപ്രമാണം അവരുടെ കരങ്ങൾ ലഭിച്ചപ്പം അവർക്ക് ഉറപ്പായി, ഇത് ചെയ്താൽ ഞങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം. അപ്പോൾ അവരുടെ പരമാവധി ശ്രമമായിരുന്നു ചെയ്ത് ജീവൻ പ്രാപിക്കാനായിട്ട്. അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്ത് ജീവൻ പ്രാപിക്കാനായിട്ട്. അതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് റോമർ 8:3 പറയുന്നത്. ന്യായപ്രമാണം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയതിനെ പിതാവായ ദൈവം തന്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപനിമിത്തവുമായി വെച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണ്? മാനവജാതിയുടെ ജീവന് തടസ്സമായി നിന്നതിനെ മാറ്റിയിട്ട് ജീവൻ എന്താണ് കാരണം, എങ്ങനെ ജീവൻ പ്രാപിക്കാമെന്ന് പറഞ്ഞു കൊടുത്താണ് ന്യായപ്രമാണം. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? വാഗ്ദത്തം അവർക്കുള്ളത്, പുത്രത്വം അവർക്കുള്ളത്, ന്യായപ്രമാണം അവർക്കുള്ളത്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്, ഇതെല്ലാം അവർക്കുള്ളത്. കാരണം ഇത് ന്യായപ്രമാണത്തിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണം, പുത്രത്വം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണം. അപ്പോഴിതെല്ലാം ഇത് പ്രാപിക്കണമെങ്കിൽ അനുസരിക്കണമാണ്. അപ്പൊ ഇവരെ കൊണ്ടാവോളം ഇവർ ശ്രമിച്ചു. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരും അല്ലാത്തവരും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഒന്നും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിരുന്നു. യോസഫ്, ഇവരൊന്നും മോശയും ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ആളല്ല. എന്നാൽ ന്യായപ്രമാണം നൽകപ്പെട്ടു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തില് വിശ്വാസവീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ അവിടെ എഴുതി അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? അതിന്റെ 39-ാമത്തെ വാക്യം. ഇവരെല്ലാവരും നല്ല സാക്ഷ്യം ലഭിച്ചവരാണ്. നല്ല സാക്ഷ്യം അവർക്ക് കിട്ടി. യോബിനെ കുറിച്ച് പറഞ്ഞ് നീതിമാനാണ്, യോബ് നീതിമാനാണ്, ഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവൻ, നല്ല സാക്ഷ്യം കിട്ടി. യോബ് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായി. അബ്രഹാമിന് നല്ല സാക്ഷ്യം ഉണ്ടായി, മോശയ്ക്ക് നല്ല സാക്ഷ്യം ഉണ്ടായി, സൗമ്യതയുള്ളവനാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ല സാക്ഷ്യം കിട്ടിയവർ.
ദാവീദിനെ കുറിച്ച് പറഞ്ഞ എന്റെ ഹൃദയപ്രകാരമുള്ളത്. പക്ഷെ ഇവരെല്ലാം നല്ല സാക്ഷ്യം പ്രാപിച്ചെങ്കിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തത്തിന്റെ നിവൃത്തി അവർക്ക് കിട്ടിയില്ല. നല്ല സാക്ഷ്യം കിട്ടി, പക്ഷെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ അവർക്ക് കഴിയാം. അവിടെയായിരുന്നു അവരുടെ പരാജയം. വാഗ്ദത്തത്തിന്റെ നിവൃത്തി അവർക്ക് ലഭിച്ചു. അപ്പൊ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നവർ, നല്ല സാക്ഷ്യം ലഭിച്ചവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. പക്ഷെ യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. അവർക്ക് ആർക്കും അത് നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല. ആർക്കും അതിന്റെ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ നിവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് ആർക്കും സാധിക്കാതെ പോയി. അവരാർക്കും അത് സാധിക്കാൻ കഴിയാതിരിക്കെ യേശു മത്തായിയുടെ സുവിശേഷം 5:17 പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ. അവർക്ക് ആർക്കും നിവർത്തിക്കാൻ പറ്റില്ല. വാഗ്ദത്തത്തിന്റെ നിവൃത്തി പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം നിവർത്തിക്കണമായിരുന്നു. എല്ലാത്തിന്റെയും ബേസ് ന്യായപ്രമാണമായിരുന്നു. പുത്രത്വം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം പറയുന്ന പോലെ ജീവിക്കണം, എങ്കിൽ പുത്രത്വം ഉണ്ട്. വാഗ്ദത്തം പുത്രത്വം അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ചാണ് വാഗ്ദത്തം. ആവർത്തന പുസ്തകം 28 പറയുന്നത്, ഇതെല്ലാം അനുസരിച്ച് നടന്നാൽ വാഗ്ദത്തം, ഇതെല്ലാം കിട്ടും. വാഗ്ദത്തം പുത്രത്വം കിട്ടണമെങ്കിൽ ഇത് വേണം. ഇതെല്ലാം അപ്പോഴ് ഇവിടെ പറയുന്ന സകല കാര്യങ്ങൾക്കും റോമാലേഖനം 9-4 പറഞ്ഞിട്ടുള്ള സകലതും ഇവർക്ക് സാധ്യമാക്കണമെങ്കിൽ ഇവർ ന്യായപ്രമാണത്തെ അനുസരിക്കണം. പക്ഷെ ന്യായപ്രമാണം അനുസരിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയി. ഇവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് സമൃദ്ധി പ്രാപിക്കണമെങ്കിൽ, അതായത് പ്രോസ്പെറിറ്റി, പ്രൊവിഷൻ അവർക്ക് കിട്ടി. പക്ഷെ പ്രോസ്പർ ആകാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊവിഷന് വേണ്ടി യു നീഡ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നല്ലപോലെ അധ്വാനിക്കണം. പക്ഷെ പ്രോസ്പർ ആകണമെങ്കിൽ യു നീഡ് ടു ലെഡ് ബൈ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ പ്രോസ്പർ ആകണമെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടണം. അവിടെയാണ് പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നത്. പക്ഷെ പ്രൊവിഷൻ കിട്ടണം, യു നീഡ് ടു ഡു ഹാർഡ് വർക്ക്. കഠിനമായി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് പ്രൊവിഷൻ കിട്ടും. പക്ഷെ ബൈ ഫെയ്ത്ത് എപ്പോഴാണ് ക്രിസ്തുവിനുള്ള ബോധ്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്, അവിടെ നിന്നാണ്, ആ പോയിന്റിലാണ് നിങ്ങളുടെ പ്രോസ്പെറിറ്റി ആരംഭിക്കുന്നത്. ഇവിടെ ഇവർക്കെല്ലാം നല്ല സാക്ഷ്യം ലഭിച്ചു. അതാണ് എബ്രായർ 11:39 പറയുന്നത്, നല്ല സാക്ഷ്യം ലഭിച്ചു, പക്ഷെ വാഗ്ദത്തം നിവൃത്തി ഉണ്ടായി. ഇവര് നല്ല സാക്ഷ്യം പ്രാപിച്ചു, വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ മരിച്ചു. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ. അപ്പോൾ പുത്രത്വം കിട്ടണമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം നിവർത്തിക്കണം. പക്ഷേ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി, അതായത് യഹൂദന്മാർക്കും ജാതികൾക്കും വേണ്ടി, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഇപ്പോഴ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗലാത്യ ലേഖനം 3-ാം പറയുന്ന അനുസരിച്ച്, ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിൽ യവനനെന്നും യഹൂദനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. നമ്മളെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നായി തീർന്നിരിക്കുക. പ്രൈസ് ഗാഡ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ആൻഡ് ബ്ലെസ്ഡ് പ്രിവിലേജ് ഫോർ എവരിവൺ. സകലർക്കുമുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് ഇത്. പ്രിയപ്പെട്ട നമ്മുടെ ചിന്തകളിൽ നമ്മളെ പലപ്പോഴും തളർത്തിക്കളയുന്നത് നമുക്ക് സാധിക്കാതെ പോയി. എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ വിശുദ്ധനല്ല, ഞാൻ കൊള്ളത്തില്ലാത്തവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ തകർന്നവനാണ്, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമോ, ദൈവം എന്നെ പ്രസാദിക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളിലോ എന്നിലോ ദൈവം പ്രസാദിക്കത്തില്ല. പിതാവായ ദൈവം പ്രസാദിക്കുന്നത് ക്രിസ്തുവിലാണ്. അതായത് യേശു ക്രിസ്തുവില് നമുക്കറിയാം, യേശുക്രിസ്തു സ്നാനമേറ്റ് യോർദാനിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പ്രസാദം ഉണ്ടാകുന്നത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, പിതാവിന്റെ പുത്രന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസാദം ഉണ്ടാകുന്നത്. ഇവിടെ യേശു ഒന്നും ചെയ്തില്ലല്ലോ. യേശു സ്നാനപ്പെട്ട് കയറി ഉടനെ സ്വർഗം പറയുക പ്രസാദിച്ചിരിക്കുന്നു. കാരണം
ഇവിടെ പ്രസാദിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെയോ അവന്റെ പ്രാർത്ഥനയുടെയോ അവൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ഒരുവനിൽ ദൈവം പ്രസാദിക്കുന്നത്. ഒരു വ്യക്തി എപ്പോഴാണോ ദൈവം എന്റെ പിതാവാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നിൽക്കുന്നത്, എപ്പോഴാണ് പുത്രത്വത്തിന് യോഗ്യനായിട്ട് മാറുന്നത്, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരുമാണ്, ഏത് നിലയിലും ഏത് നിലവാരത്തിലുമുള്ള വ്യക്തിയാകട്ടെ, നിങ്ങൾ ദൈവത്തെ പിതാവിന്റെ സ്ഥാനത്ത്, ദൈവം എന്റെ പിതാവാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിലെ വിശ്വാസത്തെ ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്രത്വത്തെ കൊണ്ടുവരും. ആ പുത്രനിലാണ് ദൈവം പ്രസാദിക്കുന്നത്, പുത്രന്മാരിൽ പ്രസാദിക്കുന്നത്. അതെ, ഹല്ലേലൂയ. അപ്പൊ അവിടെ ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയി. അവരെ കൊണ്ട് ആവോളം അവർ ശ്രമിച്ചു, പക്ഷെ ന്യായപ്രമാണത്തിന് ആ പ്രവൃത്തിയെ നിവർത്തിക്കാൻ സാധിക്കാതെ പോയി. പുത്രനിൽ ദൈവം പ്രസാദിച്ചു. അപ്പൊ നമ്മിൽ പ്രസാദിക്കുന്നത് എവിടെയാണ്? നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മുടെ പ്രവർത്തികളാലല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവപ്രസാദമുള്ള പുത്രനിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നാം ദൈവത്താൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്, അഥവാ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് രണ്ട് രീതിയിൽ അനുഗ്രഹിക്കപ്പെടാം, അല്ലെ? ഇപ്പോ എന്റെ പിതാവ് ധനാഢ്യനാണ്, വലിയ കാശുകാരനാണെന്നിരിക്കട്ടെ, വലിയ ധനാഢ്യനാണെന്നിരിക്കട്ടെ, ബഹുസമ്പന്നനാണെന്നിരിക്കട്ടെ, എനിക്ക് എന്റെ പിതാവിനോട് ചേർന്ന് നിന്ന് എന്റെ പിതാവിന്റെ കൃഷിയാകട്ടെ അല്ലെങ്കിൽ ബിസിനസ് ആകട്ടെ, എന്താണോ ഞങ്ങളുടെ വരുമാന മാർഗം, അതിൽ എൻ്റെ പിതാവിനോട് ചേർന്ന് നിന്ന് മുഴുവൻ സമയം പ്രവർത്തിക്കുകയോ സ്നേഹിക്കുകയോ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ആ പിതാവിന്റെ സൗഭാഗ്യം മുഴുവൻ എനിക്ക് അനുഭവിക്കാം. അതെനിക്ക് പുത്രനായതുകൊണ്ട് ലഭിക്കുന്നു. അല്ലാതെ എനിക്ക് പ്രോസ്പർ ആകാം. ഞാൻ അധ്വാനിച്ച് എനിക്ക് സമ്പന്നനാകാം. അധ്വാനിച്ച് എനിക്ക് സമ്പന്നനാകാം. പക്ഷെ ഈ അധ്വാനത്തിനപ്പുറമായി, അധ്വാനത്തിനുപരിയായി എനിക്ക് അനുഗ്രഹിക്കപ്പെടാനൊരു മാർഗമുണ്ട്, പിതാവിനോട് ചേർന്ന് നിൽക്കാൻ. ഇവിടെ യേശുവിൽ പിതാവായി ദൈവം പ്രസാദിച്ചത് യേശുവിനകത്തുള്ള ബോധ്യമാണ്. ഞാൻ സ്വർഗീയ പിതാവിന്റെ മകനാണ്, ഞാൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിന് നിവൃത്തിയിലൂടെ മാത്രമേ എന്ത് സാധിക്കൂ? പുത്രത്വം പ്രാപിക്കാൻ സാധിക്കൂ. ന്യായപ്രമാണം നിവർത്തിക്കണം, എങ്കിലേ പുത്രത്വം ലഭിക്കും. അപ്പൊ നമ്മള് യേശുക്രിസ്തു ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നില്ല, നിവർത്തിപ്പാൻ വന്നു. യേശുക്രിസ്തുവിനോട് സംഭവിച്ച കാര്യം എന്താ? ന്യായപ്രമാണത്തെ നിവർത്തിച്ച് പുത്രത്വം പ്രാപിക്കാൻ ശ്രമിച്ചവർ, ജീവൻ പ്രാപിക്കാൻ ശ്രമിച്ചവർ, വാഗ്ദത്തം പ്രാപിക്കാൻ ശ്രമിച്ചവർ, ആരാധിക്കാൻ ശ്രമിച്ചവർ, അവർക്ക് ദൈവത്തെ വേണ്ട പോലെ ആരാധിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഒരുവൻ കർത്താവിനെ ആരാധിച്ചാൽ അവൻ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കും. പിതാവ് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ആരാധന ഇവിടെ ഇവർ ആരാധിക്കുന്നുണ്ട്. എങ്ങനെയാ? ന്യായപ്രമാണത്തിന് കീഴിലെ ആരാധന. വാഗ്ദത്തം എങ്ങനെയാ? ന്യായപ്രമാണം അനുസരിച്ചാൽ കിട്ടുന്ന വാഗ്ദത്തം. പുത്രത്വം എങ്ങനെയാ? ന്യായപ്രമാണം അനുസരിച്ചാൽ കിട്ടുന്ന പുത്രത്വം. ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ പ്രവർത്തികളാൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമായ നന്മകളായിരുന്നു ഇതെല്ലാം. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളുടെയും എന്റെയും വലിയ പദവി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാൽ അത് ചെയ്ത് തീർത്ത് പ്രാപിക്കുന്ന നന്മയല്ല ഇത്. ന്യായപ്രമാണം നിങ്ങളുടെയോ എന്റെയോ ജീവിതത്തിനകത്ത് ജീവനാധാരമല്ല. എന്നാൽ ന്യായപ്രമാണം കാണിക്കുന്ന വിശുദ്ധി, അല്ലെങ്കിൽ ന്യായപ്രമാണം കാണിക്കുന്ന പ്രമാണം, ന്യായപ്രമാണത്തിനകത്തുള്ള ജീവിതചര്യ, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ ഒരുവനിലുണ്ടായിരുന്നു. അവനിലാകുമ്പോഴാണ് നാം വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാകുന്നത്, പുത്രത്വം പ്രാപിക്കുന്നത്, നമ്മുടെ ആരാധന അർത്ഥവത്താകുന്നത്. അപ്പോഴ് ഇവിടെ പുത്രത്വം പ്രാപിക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സമൃദ്ധിയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കുറവ് നമുക്ക് കർത്താവ് വെച്ചിട്ടില്ല, വെക്കത്തില്ല.
കാരണം ആദമിനെ ഹവയെ സൃഷ്ടിച്ചപ്പോ അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് മറ്റാരെങ്കിലും ആശ്രയിക്കാനായിട്ട് ഇടവരാത്തവണ്ണമാണ് കർത്താവ് അവർക്ക് വേണ്ടി സകലത അവിടെ ഒരുക്കി വെച്ചത്. സകലത ഒരുക്കി വെച്ചു. പിന്നത്തേതിൽ ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നോഹയുടെ കാലത്ത് വലിയ ജലപ്രളയം ഉണ്ടായി. അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഫലവർഗങ്ങളോ ഭക്ഷണമോ വരുന്ന ദിവസങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ചോന്നുമല്ല, ദൈവം അവന് വേണ്ടി അതെല്ലാം ഒരുക്കി കൊടുത്തു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം സമ്പന്നനായിരുന്നു. ഹി വാസ് റിച്ച്. അതാണ് ജനസിസ് ചാപ്റ്റർ 13:2 പറയുന്നത്. പക്ഷെ ജനസിസ് ചാപ്റ്റർ 24:35 പറയാണ് ദൈവം അവനെ അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. അപ്പൊ അവിടെ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോൾ, അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കണം. സോദോം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവ് വന്നിട്ട് പറയും, എന്റെ സമ്പത്ത് കൂടെ നിനക്ക് തരാം, നിന്റെ 318 വേലക്കാരെ എനിക്ക് തരാം. അബ്രഹാം പറഞ്ഞു വേണ്ട. അത് പറയാനുള്ള ധൈര്യം എവിടുന്ന വന്നു? അത് പറയാനുള്ള ആർജവം എവിടുന്ന് വന്നു? അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അവൻ ആവശ്യത്തിലധികം നൽകാൻ കഴിഞ്ഞൊരു ദൈവത്തെ അബ്രഹാമിന് അറിയാം. എന്നെ മഹാനാക്കാൻ, ശ്രേഷ്ഠനാക്കാൻ, ഉന്നതനാക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ദൈവത്തെ എനിക്കറിയാമേ. അപ്പൊ ഞാനെന്തിനാ ഈ താൽക്കാലികമായ അല്പനേരത്തേക്കുള്ള ഒരു സമൃദ്ധിയിലേക്ക് ഞാൻ പോകുന്നു? അബ്രഹാമിന് അറിയാം, അബ്രഹാമിന് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എപ്പോഴാണോ ഈ ഒരു മിസ്റ്ററി തിരിച്ചറിയുന്നത്, എൻ്റെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവിഷനാണ്, ബട്ട് മൈ റിയൽ പ്രോസ്പെറിറ്റി ഈസ് ഇൻ ഗോഡ്, എൻ്റെ യഥാർത്ഥ സമൃദ്ധി ഇരിക്കുന്ന ദൈവത്തിലാണ്. എപ്പോഴാണോ ആ ദൈവത്തിലുള്ള സമൃദ്ധിയെ നിങ്ങൾ തിരിച്ചറിയുന്നത്, ആ പോയിന്റിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. യെസ്, there is prosperity in God. There is everything in God. ദൈവത്തിൽ സമൃദ്ധിയുണ്ട്, ദൈവത്തിൽ സകലതും ഉണ്ട്. അപ്പൊ അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നമുക്കത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, സാധ്യമല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പ്രോസ്പർ ആകാൻ പറ്റും? എങ്ങനെ സമൃദ്ധി ഉള്ളവരാകാൻ കഴിയും? നമ്മള് സമൃദ്ധിയിലാണോ? നമുക്ക് സമൃദ്ധി നമ്മുടെ അവകാശമാണോ? നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് വിശ്വാസികളുടെ ഇടയിൽ സമൃദ്ധി എന്ന് പറയുന്നത് ഈവിളായിട്ടാണ്. സമൃദ്ധി ഒരിക്കലും ഈവിളല്ല. കാരണം സമൃദ്ധി സകല നല്ല ദാനവും തികഞ്ഞ വരും ഉയരത്തിലെ പിതാവിങ്കിൽ നിന്നാണ് വരുന്നത്. അപ്പോഴെങ്ങനെ സമൃദ്ധി ഈവിളാകും? സകലവും നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരുന്നവനെന്ന വചനം പറഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതൊക്കെയും നമുക്ക് ദാനം ചെയ്തു, ക്രിസ്തുവിൽ തന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ദൈവം ഈ സമൃദ്ധി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ഈവിൾ ആണെങ്കിൽ നമ്മളെ പ്രോസ്പർ ആക്കുന്ന ദൈവമല്ല. അപ്പൊ അതെങ്ങനെയാണ് അത് ഈവിൾ ആകുന്നത്? ദൈവം തരുന്ന അനുഗ്രഹത്തെ പ്രോസ്പെറിറ്റി എങ്ങനെ നമ്മൾ ഈവിളാന്ന് പറയാൻ പറ്റും? ഒരിക്കലും. പക്ഷെ നമ്മുടെ പ്രോസ്പെറിറ്റി പ്രൊവിഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പ്രൊവൈഡറെ മറക്കുമ്പോഴാണ് അവിടെയാണ് ഈവിൾ ഉണ്ടാകുന്നത്. ദ്രവ്യമല്ല, അത് സാമ്പത്തിക നന്മയല്ല ഈവിൾ, ദ്രവ്യാഗ്രഹമാണ് ഈവിൾ ആകുന്നത്. അതായത് രോഗമല്ല പ്രശ്നം, രോഗിയാന്നുള്ള ചിന്തയാണ് പ്രശ്നം. സാമ്പത്തികമായുള്ള വിഷയങ്ങളല്ല പ്രശ്നം, അതിനെക്കുറിച്ചുള്ള ഭാരമാണ് പ്രശ്നം. എന്ന് പറയുന്ന പോലെ തന്നെ സമ്പത്ത് നമ്മുടെ ജീവിത കാര്യങ്ങൾക്ക്, ദൈനംദിനമായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് അത് പ്രയോജനപ്പെടുത്തുന്നതല്ല തെറ്റ്. പകരം ആ ദ്രവ്യത്തെ ആഗ്രഹിച്ച് ദ്രവ്യത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് സിൻ. അവിടെയാണ് നമ്മൾ ദൈവത്തിന് തെറ്റിപ്പോകുന്നത്, അവിടെയാണ് ഈവിൾ വരുന്നത്. അപ്പൊ കർത്താവ് ദൈവജനത്തിൽ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 9-10 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാ? തന്നെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അപ്പൊ നമ്മളോർത്തേക്കാം, ഞാൻ ദൈവത്തെ അങ്ങ് സ്നേഹിക്കുന്നില്ല, എനിക്ക് സ്നേഹത്തിൽ കുറവുണ്ട്. ശരിയായിരിക്കാം. റോമർ 5:5 പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹം പകർന്നിരിക്കുന്നു. നമ്മുടെ അകത്ത് ദൈവസ്നേഹം എങ്ങനെ? പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 7-ാം വാക്യം, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടണമെന്നേ.
ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവം നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൃപ തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന റോമർ 8:28 പറയുന്നു. ഇവിടെ പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണുന്ന വിധമല്ല, ദൈവം ഒരുക്കിയിരിക്കുന്നത് കേൾക്കുന്ന വിധമല്ല, ദൈവം ഒരുക്കിയിരിക്കുന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന വിധത്തിലല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, ഹല്ലേലൂയ, ഇത് ഹൃദയം കൊണ്ട് തിരിച്ചറിയത്തില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല, പക്ഷെ ആത്മാവിലെ ഇത് മനസ്സിലാകൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ ആത്മാവിലുള്ളതിനെ തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി അതിനോട് പ്രതികരിക്കുന്നത്, അപ്പോഴാണ് അത് കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം, ഗ്രഹിക്കത്തക്കവണ്ണമായി തീരുന്നത്. അത് ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എഹെസ്കേൽ പ്രവാചകൻ ഒരു വലിയ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വാരത്തിൽ പോയി നിൽക്കുക. ഉണങ്ങിയ അസ്ഥികൾ, ശൂന്യത, ഒന്നും പറയാനില്ല, അവിടെ ഒന്നുമില്ല. പക്ഷെ ദൈവം പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇപ്പൊ കണ്ണ് കാണുന്ന രീതിയിലൊന്നുമില്ല, കേൾക്കുന്ന രീതിയിലൊന്നുമില്ല, ഹൃദയത്തിൽ മനസ്സിലാകുന്നില്ല. ദൈവം നീ അറിയുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യം, നീ അസ്ഥികളോട് പ്രവചിച്ച് പറയേണ്ടത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ എൻ്റെ ശ്വാസം നിങ്ങളുടെ മേൽ വരുത്തും. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ വിളിച്ചു പറയാൻ തുടങ്ങി, അസ്ഥികളോട് കൽപ്പിക്കാൻ തുടങ്ങി. സംഭവിച്ചതെന്നറിയണോ? ഉടനെ കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം അന്തരീക്ഷം മാറാൻ തുടങ്ങി. ഇവന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിന് അതീതമായ കാര്യം മാറാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയാമോ? when he start to prophesy, അവൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ, സാഹചര്യങ്ങളോട് കൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ. ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ഒരു കണ്ണിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, ഒരു ചെവിക്ക് കേട്ട് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിച്ചോ പഠിച്ചോ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അതീതമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. കാരണം അത് സ്പിരിച്വൽ ആണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ, ദാറ്റ് ഈസ് ഇൻ അവർ സ്പിരിറ്റ്. അതായത് നമുക്ക് ഈ ഭൗതികമായി വേണ്ട സകല നന്മകളും നമ്മുടെ സ്പിരിറ്റിൽ കർത്താവ് നിറച്ചു വെച്ചു. അത് ഹൃദയത്തിന് ചിന്ത കൊണ്ട് മനസ്സിലാകത്തില്ല, കണ്ണുകൊണ്ട്, കണ്ണിന്റെ കാഴ്ച കൊണ്ട് മനസ്സിലാകത്തില്ല, ചെവി കൊണ്ട് കേട്ട് മനസ്സിലാകത്തില്ല. ആത്മാവിൽ തിരിച്ചു. എന്താണ് ഈ ആത്മാവ്? അവിടെയാണ് നമ്മുടെ വ്യക്തമായ ധാരണ നമുക്കുണ്ടാകുന്നത്. വചനം ഇങ്ങനെയാ പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 6-ാം വാക്യം, അതിന്റെ ആരംഭം മുതൽ വായിക്കാം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്ര. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവ്. അത് മനസ്സിലാക്കണം. എന്താണ് ജീവിപ്പിക്കുന്ന ആത്മാവ്? നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15:45 എഴുതിയിരിക്കുന്നത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പൊ ആരാണ് ജീവിപ്പിക്കുന്ന ആത്മാവ്? ഒടുക്കത്തെ ആദാം. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പം ജീവിപ്പിക്കുന്ന ആത്മാവാര? ക്രൈസ്റ്റ് ആരാ? വചനം ജഡമായി. ഈ വചനം ജഡമായി ജീവിപ്പിക്കുന്ന ആത്മാവായത് എങ്ങനെയാണ്? അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പക്ഷേ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ അതിനെ വെളിപ്പെടുത്തി